ശരി, ഒന്നും പറയണ്ട, മക്കള് ഭയങ്കര പേരായി പോയില്ലേ? സ്റ്റേഷനിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മിടിക്കുന്ന പറയുന്ന എല്ലാരും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അവിടെ ബസ്സിനകത്ത് നിൽക്കായിരുന്നു. ബസ് വരാൻ അല്പം ലേറ്റായി. അപ്പൊ ആ സമയത്ത് ഒരു സ്ത്രീയാ കണ്ടിങ്ങോട്ട് അവിടെ നടന്നു വരികയായിരുന്നോ. ഏതാ എന്താ മക്കളെ, രണ്ട് ചെറുപ്പക്കാര് അമൃത ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ. നമസ്കാരം. നമസ്കാരം. നമ്മൾ അമൃത ന്യൂസിൽ നിന്നാണ്. മോള് വളരെ സാഹസികമായിട്ട് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തി എന്നറിഞ്ഞു. അപ്പൊ ആ ഒരു ന്യൂസ് ഒന്ന് കവർ ചെയ്യാൻ വന്നതാ. അതെ, മോളിങ്ങനെ മോളുടെ ഡാഡിയാ. അല്ല, സാഹസികമായ സ്ത്രീയെ രക്ഷപ്പെടുത്തിയതിനെ പറ്റി ചോദിക്കായിരുന്നു. അല്ല, അത് തന്നെ, അത് പറഞ്ഞുതരാം. ഇത് മാമനാ അവളുടെ. എൻ്റെ മോളായോണ്ട് പറയുക. മോള് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു വൃദ്ധ എന്ന് തന്നെ പറയാം, ഒരു തീരെ അവശ്യമായ ഒരു വൃദ്ധ തലയിൽ അവർ മാർക്കറ്റിലേക്ക് പോകാൻ എന്തോ ഈ മൺചട്ടിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മോളെ നിന്നതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങ് കുഴഞ്ഞു വീഴുകയായിരുന്നു. കുഴഞ്ഞു വീണ് ആ മൺചട്ടിയെല്ലാം പൊട്ടി ആ കൊട്ടയെ വീണ് എൻ്റെ മോൾക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. പറയട്ടെ, അവള് വളരെ സാഹസികമായി ഈ വൃദ്ധയെ ഇങ്ങനെ എടുത്തുയർത്തി തൊട്ടടുത്ത് വന്ന ഒരു പോലീസ് ജീപ്പ് അതുവഴി വരികയായിരുന്നു. നമ്മൾ പോലീസ് ജീപ്പ് കൈ കാണിച്ചിട്ട് പോലീസ് ജീപ്പ് നിർത്തി പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ വൃദ്ധയുടെ ജീവൻ രക്ഷിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടത്. അല്ല, അത് അവൾക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ആ ഒരു അഹങ്കാരമല്ല എൻ്റെ കുട്ടിക്ക്. എന്ത് ചെയ്താലും അത് പുറത്ത് മറ്റുള്ളവർ കാണുക അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എൻ്റെ മോളുടെ 58ാമത്തെ സാഹസിക ദൗത്യമാണിത്. അവള് ഞാൻ പറഞ്ഞ പല ദിവസങ്ങളിലും പലരെ രക്ഷിക്കാറുണ്ട്. പിന്നെ എൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് എല്ലാവിധ ഇത് കളരി അറിയാം, കരാട്ടെ അറിയാം, കുൻഫു അറിയാം, ജൂഡോ അറിയാം, ജാഡോ എല്ലാം അറിയാം. അതറിയാം, അതൊക്കെ അറിയാം. അപ്പൊ ഇനി മോളൊന്ന് പറഞ്ഞോട്ടെ, മോക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അവര് സാഹസികമല്ല, മോൾ ഇന്ന് ചെയ്തതിനെ പറ്റി ഡാഡി പറയണത് തന്നെയാണ് മോൾക്ക് പറയാനുള്ളത്. മോളൊന്ന് പറഞ്ഞോട്ടെ. ഡാഡി പറഞ്ഞൊന്നുമല്ല. അല്ല, ഞാനാണെങ്കിൽ രാവിലെ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു ബസ് കിട്ടാൻ. അപ്പൊ ബസ് ലേറ്റ് ആയിരുന്നേ. അപ്പം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ആന്റി നടന്നു പോയപ്പോഴത്തേക്കും ദൂരെ നിന്ന് 2 ചേട്ടന്മാര് ബൈക്കിൽ ഭയങ്കര ഫാസ്റ്റിൽ വരുമായിരുന്നു. ഫാസ്റ്റിൽ വന്ന് ഈ ആന്റിയുടെ അടുത്തെത്തിയിട്ട് ആന്റിയുടെ മാല വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ആന്റി തള്ളിയിട്ടു. ആന്റി ഭയങ്കര കരച്ചിലായിരുന്നു. നോക്കിയിരുന്ന ആൾക്കാരൊക്കെ ചുമ്മാ നോക്കിയെന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേടിയായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ എത്തിയേ. അപ്പം ഞാനൊരു കല്ലെടുത്ത് ഒരൊറ്റ ഏറും എടുത്തേ. അപ്പോൾ ബൈക്ക് ഓട്ടിച്ചിരുന്ന ആളുടെ തലയൊക്കെ ഉണ്ട്. അപ്പോൾ ബാലൻസ് ആയിട്ട് വീണ് പിന്നെ ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടെ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിൽ ഞാനാ പോയി വിളിച്ച് കൊണ്ടുവന്ന്. പക്ഷെ എല്ലാവർക്കും വലിയ സന്തോഷമായി മോളുടെ മെഡിക്കലിനെ കുറിച്ച്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. പിന്നെ ഞാൻ പറഞ്ഞതിലുള്ള ഒരു ചെറിയ പ്രശ്നം, എൻ്റെ മോളുടെ 57ാമത്തെ ദൗത്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 58ാമത്തെയാണ് ഇതിപ്പോൾ ഇന്ന് നടന്ന സംഭവം. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ ഇങ്ങനെ അടച്ച് വീട്ടിലിരുത്തി അമുൽ ബേബികളാക്കി കുറേ രക്ഷകർത്താക്കളുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല. അവരെ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം. അങ്ങനെ വളർത്തരുത്. കുട്ടികളെ ഇങ്ങനെ വളർത്തണം. ഇപ്പോൾ വേറൊരു കുട്ടിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ പതറിപ്പോയനെ. എൻ്റെ മോളായതുകൊണ്ട് പതറിയില്ല, നല്ല ഇതായിട്ട്. ഇന്ന് കാലത്ത് തന്നെ ഒരു സംഭവം കേൾക്കണോ, അവൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകണം, പഠിക്കാനുള്ള ടൂറ്. അപ്പോൾ അതിന് പോകാനായിട്ട് അവൾക്ക് താല്പര്യം. അങ്ങനെ ഡാഡി വേണോ, ഞാൻ പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോള് പോകണം. നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു മോൾ ഇതൊക്കെ പോയി പഠിക്കണം. എൻ്റെ മോള് ലോകം അറിയണം, ലോകത്തെക്കുറിച്ച് നല്ലപോലെ അറിയണം. അതാണ് എൻ്റെ മോള്. അത് 8 ഗുണം 10 ഗുണം. ശരി, എന്തായാലും വളരെ സന്തോഷം. മോൾക്ക് ഇനിയും ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു. എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇതേപോലെ ഒരുപാട് അക്ഷയമാർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അമൃത ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സിൻലാലിനോടൊപ്പം ലക്ഷ്മി. ശരി, കൺഗ്രാറ്റ്സ് മോളെ. ഡാഡിയുടെ മോളല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഇതിനാണ് ഈ പഴയ ആൾക്കാർ പറയുന്നത്, വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിക്കുക എന്ന്.
Sabian